ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നതെന്നും ആ, എന്തൊക്കെ ടിപ്സാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ആസ് യു ഓൾ നോ, ഞാനൊരു ബാങ്ക് ആസ്പിരൻ്റ് ആണ്, ഒരു മദറാണ്, ഒരു വൈഫാണ്. ആൻഡ് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസിനിടയിലും എനിക്ക് പഠിക്കാനുള്ള ടൈം കണ്ടെത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇത്രയും സമയം ഈ ഒരു എക്സാം ഫീൽഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മിനിമം ഒരു 5 to 6 hours എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമാണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. ബട്ട് ഇത്രയും ടഫായിട്ടുള്ള ഈ ഒരു എക്സാം ഞാൻ എങ്ങനെയാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, അതുപോലെ തന്നെ മെയിൻസ് വളരെ കുറവ് മാർക്സിന് മിസ്സായി, അങ്ങനെയുള്ള ആ ഒരു രീതിയിലോട്ട് എത്തിയത്? ഇതൊന്നും എളുപ്പമല്ലായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ബേബി 6 months ഉള്ളപ്പോഴാണ് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ചേർന്നിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് ഫ്ലോപ്പായി. ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈ മൈൻഡ്. എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം എന്താണ്, അത്രയും ആഗ്രഹത്തോടെ പഠിക്കണമെന്ന് ചിന്തിച്ച് ആ ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് എനിക്ക് ഉദ്ദേശിച്ച ഔട്ട്കം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിച്ചില്ല. ആൻഡ് ഐ വാസ് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ. ആൻഡ് ദെൻ ഞാൻ എന്ത് ചെയ്തു, തന്നെയുള്ള വീഡിയോസ്, അതായത് ഹിന്ദി യൂട്യൂബ് വീഡിയോസ് കണ്ടു. അതിനു വേണ്ടിയിട്ട് ഹിന്ദി അത്രമേൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു. എന്നാലും അറിയാവുന്ന അത്രയും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓരോ വീഡിയോസായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഓരോ സബ്ജക്ട്സും എന്താണ് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡീപ്പായിട്ട് അനലൈസ് ചെയ്തു. അങ്ങനെ അത്രയും അനാലിസിസും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഓക്കെ, ഞാൻ ഫൈനൽ ഔട്ട്കത്തിൽ എത്തിയില്ല, എന്നിരുന്നാൽ പോലും ഞാൻ എത്തിപ്പെടും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. സോ ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഫുൾ സീറോ അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ ഒരു വിശ്വാസം വേണം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനിറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ വേണം നിങ്ങളും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു ബാങ്ക് എക്സാം ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് ക്വാൺസ് ആയിരിക്കും ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ പലർക്കും പ്രശ്നം ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് ക്വാൺസ് പറ്റുന്നില്ല, ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോവുകയാണ്, ഇത്രയും വർഷം എൻ്റെ പോയി. ഓക്കെ, അത് മേ ബി ചിലർക്ക് ശരിയാവും, ചിലർക്ക് പെട്ടെന്ന് അവരുടെ റിസൾട്ട് കിട്ടും. ബട്ട് ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ആവുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട്. ബട്ട് അതിലും കുറേ നെഗറ്റീവ് സൈഡ്സ് എനിക്ക് വന്നിട്ടുണ്ട്, കുറേ സെറ്റ് ബാക്സ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു ഗോളിനെ ഉപേക്ഷിച്ച് കളയാൻ ഞാൻ തീരുമാനിച്ചില്ല. ഓക്കെ, ആദ്യത്തെ ഒരു പ്രിലിംസ് പോലും പാസ്സാവാഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ഒരു മെയിൻസ് ലെവലിലോട്ട് എത്തിയപ്പോൾ മെയിൻസും ഡിസ്ക്വാളിഫൈ ആയിട്ട് പോലും എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റും, ഇനി ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എവേ ആണ് എൻ്റെ സക്സസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ആൻഡ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതുപോലെ, അതായത് മാരീഡ് ആയിട്ടുള്ള വിമൻസിനൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ കുഞ്ഞിനിപ്പോൾ 3.5 വയസ്സ് കഴിഞ്ഞു. സോ അവളെ നഴ്സറിയിൽ വിടുന്ന ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പകലുള്ള ടൈം ഒരു 3 hours അടുപ്പിച്ച് കുഞ്ഞ് പോകുന്ന ടൈം എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ദെൻ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ലായിരുന്നു, ഒരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു. കാരണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ നിന്നാൽ രാവിലെ എണീച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ എനിക്ക് ടൈം, എനർജി ഇതെല്ലാം കിട്ടി എന്ന് വരില്ല. അതുകൊണ്ട് ആ ഒരു ലേറ്റ് നൈറ്റ് ആയിട്ടിരുന്ന ഞാൻ ഇപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട്.
ഞാനൊരു 3:30 ആ ഒരു സമയമാകുമ്പോൾ എണീക്കും. ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു 3:45 4 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും പഠിക്കാനുള്ള ആ ഒരു സെറ്റപ്പിലോട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എത്തിക്കും. ആദ്യം തന്നെ ഒരു വാമപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ടീ കുടിക്കുവോ, അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതും, മാനിഫെസ്റ്റേഷൻസ് എഴുതും. അങ്ങനെ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഉറക്കക്ഷീണമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ജസ്റ്റ് ഒരു ബുക്കിലോട്ട് എഴുതി വെക്കും. ഇത്രയും ഒരു പ്രിലിംസ് എന്നൊക്കെ നമ്മൾ പ്രിലിംസ് എഴുതുന്നുണ്ടോ അതുവരെയും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യേണ്ടതാണ്. സ്പീഡ് ഇമ്പ്രൂവ് ആവാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എഴുതി വെക്കും. ദെൻ അതിന് ശേഷം ആണ് രാവിലെ എന്താണ് ചെയ്യുന്നത്. ആദ്യം കുറച്ചൊക്കെ ഒരു ഉറക്കം നമുക്ക് വരാൻ ചാൻസ് ഉള്ള ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഞാൻ കറണ്ട് അഫെയർസ് റീഡ് ചെയ്യും. ഞാനൊരു ലൗഡായിട്ട് വായിക്കുന്ന പേഴ്സണാണ്. സോ അതുകൊണ്ട് തന്നെ വായിച്ച് പഠിക്കുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു ഉന്മേഷം കിട്ടാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. കുറച്ച് നേരം ഒരു അരമണിക്കൂർ അത്രയേ കറണ്ട് അഫെയർസിന് രാവിലെ കൊടുക്കുകയുള്ളൂ. കാരണം ബാക്കി ഇരുന്ന് പഠിക്കാൻ കിട്ടുന്ന ടൈമാണ്. ആ ഇരുന്ന് പഠിക്കാൻ കിട്ടുന്ന ടൈമിൽ കറണ്ട് അഫെയർസ് ജസ്റ്റ് റീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്കി ചെയ്ത് പഠിക്കേണ്ട പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല. ആൻഡ് നൗ ഇപ്പോൾ SBI POയുടെ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻസ് ലെവൽ ക്വാൺസ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. മെയിൻസ് ലെവൽ ക്വാൺസിൽ വീഡിയോ സോഴ്സസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത്. വീഡിയോ സോഴ്സ് ഞാൻ ഫോളോ ചെയ്യുന്നത് കൗശിക് മൊഹന്തി സാറിൻ്റെയാണ്. സോ ആ സാറിൻ്റെ ഒരു വീഡിയോ സോഴ്സ് വെച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കും. ആ ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈം രാവിലെ കിട്ടുകയുള്ളൂ. ദെൻ അത് കഴിഞ്ഞ് ബാക്കി ഹൗസ് ഹോൾഡ് വർക്ക്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ കുഞ്ഞിനെയും നഴ്സറിയിൽ വിട്ടതിന് ശേഷം ഒരു 11:30 ആ ഒരു ടൈമായിരിക്കും എനിക്ക് പിന്നീട് ലഭിക്കുന്നത്. ആ ഒരു ടൈമിന് മുൻപ് ബാക്കി ചെയ്യുന്ന ജോലികൾക്കിടയിൽ ചിലപ്പോൾ ഇയർബഡ് വെച്ച് ക്ലാസ്സസ് കേൾക്കും. മീൻസ് എപ്പോഴും അത് സാധിച്ചൊന്നും വരികയില്ല. എന്നാലും കിട്ടുന്ന ടൈമിൽ ഇയർബഡ് വെച്ചിട്ട് ഒന്നെങ്കിൽ ക്ലാസ്സസോ അല്ല എങ്കിൽ മോട്ടിവേഷണൽ കോട്സോ കേൾക്കും. മോട്ടിവേഷണൽ കോട്സ് കേൾക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് പോസിറ്റീവായിട്ട് നമ്മളുടെ മൈൻഡിനെ റിലാക്സ് ആക്കി വെക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള പോസിറ്റീവ് കോട്സും അഫർമേഷൻസും ഒക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അത് കഴിഞ്ഞ് ഒരു 11:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ പിന്നെയും സ്റ്റഡി ടേബിളിൻ്റെ മുൻപിൽ വരും. ദെൻ അതിന് ശേഷം ഒന്നെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സെക്ഷനലോ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് മോക്കോ ചെയ്യും. ഇപ്പോൾ SBI PO പ്രിലിംസിനൊക്കെ ലൈവ് മോക്സ് പല പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ ടൈം കിട്ടാറില്ല. ബട്ട് കിട്ടുന്ന ടൈമിൽ ആ ഒരു 1 അവർ ഒരു മോക്ക് ചെയ്യും. മോക്ക് ചെയ്തതിന് ശേഷം അതിനെ അനാലിസിസ് ചെയ്യും. അനാലിസിസും കൂടെ കഴിയുമ്പോൾ തന്നെ ഒരു 1.5 അവർ പോയി കഴിഞ്ഞ് കാണും. ദെൻ അതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ഒന്നെങ്കിൽ ക്വാൺസ് രാവിലെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ദെൻ അതിൻ്റെ തന്നെ ക്വാൺസിന് തന്നെ ബാക്കി കാര്യങ്ങളായിരിക്കും അന്നത്തെ ദിവസം ചെയ്യുന്നത്. ഒത്തിരി ടൈം എനിക്കില്ല, ഞാൻ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ഷെഡ്യൂളിൽ ഞാൻ ഇംഗ്ലീഷും ക്വാൺസും കറണ്ട് അഫെയർസ്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും ഇംഗ്ലീഷും റീസണിങ്ങും കറണ്ട് അഫെയർസ്. ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ദിവസം ക്വാൺസും റീസണിങ്ങും കൂടെ നോക്കാനുള്ള ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ക്വാൺസ് നോക്കുന്ന ദിവസം ക്വാൺസിന് തന്നെയായിരിക്കും ടൈം കൊടുക്കുന്നത്. ദെൻ ആ ഒരു ക്വാൺസ് നോക്കിയതിന് ശേഷം പിന്നെ ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ ഒരു ബുക്ക് വായിക്കും. ഒരു ബുക്കിൻ്റെ ഒരു 3 to 5 പേജസ് ആ ബുക്കിൻ്റെ വായിക്കും. ദെൻ അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ അവൈലബിൾ ആണ്. എഡിറ്റോറിയൽ റീഡ് ചെയ്യും. അതുപോലെ തന്നെ വൊക്കാബ്സ് ജസ്റ്റ് ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ സെക്ഷനൽസ് ചെയ്യും. ഒന്നെങ്കിൽ ഒരു മെയിൻസ് ലെവലോ അല്ലെങ്കിൽ ഒരു പ്രീ ലെവലോ, അത് ഏതാണോ ആ ടൈമിലെ മൂഡ് അനുസരിച്ച് ആ ഒരു ഇംഗ്ലീഷിൻ്റെ സെക്ഷനൽസ് ചെയ്യും. ദെൻ അത്രയുമൊക്കെ കഴിയുമ്പോൾ തന്നെ 3 മണി സമയമാകും. ദെൻ അതിന് മുൻപായിട്ടൊരു 5 മിനിറ്റിൻ്റെ ഒരു പവർ നാപ്പ് എടുക്കും. അത്രയും സമയം കൊണ്ട് ചെയ്യുന്നത്. ദെൻ 3 മണിയാകുമ്പോഴേക്കും കുഞ്ഞിനെ പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ടൈം കിട്ടാറില്ല. അതിനിടയിൽ കിട്ടിയാൽ തന്നെയും പിന്നെ ഞാൻ ചെയ്യുന്നത് ഇയർബഡ് വെച്ച് ക്ലാസ് കേൾക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒരു റുട്ടീനായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റഡീസിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജോലിഭാരം, വീട്ടിലെ ജോലി അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന, അങ്ങനെ അതിൻ്റെ കൂടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ കാണും. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ
മൈൻഡിൽ സെറ്റാക്കി വെക്കുക. അതിനുശേഷം പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഐഡിയ പരമായിട്ടായിരിക്കും സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്നത്. അല്ലാതെ പോയി ഒന്നും അറിയാണ്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിൽ സമയം വേസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഡെയിലി റുട്ടീനിൽ ഇംഗ്ലീഷ്, ക്വാൺസ്, റീസണിങ്, കറണ്ട് അഫെയർസ് ഈ 4 സബ്ജക്ട്സിൽ ഇംഗ്ലീഷ്, ക്വാൺസ്, കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, റീസണിങ്, കറണ്ട് അഫെയർസ് ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മൊത്തം കാര്യങ്ങളും കൂടെ ഓടിച്ചിട്ട് നോക്കാതെ സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എക്സാം ടോപ്പിക്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. ഒരു 24 hours എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ടൈം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും എന്ന് നോക്കുക. ഓക്കെ, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്കതിനുള്ള സാഹചര്യമില്ല, ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന പലരും ഉണ്ട്. ബട്ട് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലെഷർ ടൈംസിനും എല്ലാം ടൈം നമ്മൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു ഡേ ടൈം കിട്ടാനില്ലായിരിക്കും, ബിസി ഷെഡ്യൂളായിരിക്കും, കിട്ടാനില്ലായിരിക്കും. ബട്ട് എന്നാൽ പോലും നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ടൈം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും സക്സസ്സിൽ എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുൻപോട്ട് പോകുക. കാരണം ഒരു ദിവസം ചെയ്തിട്ട് അത് പിറ്റേന്ന് അത് നിർത്തിയിട്ട് പിന്നെ അടുത്ത ദിവസം എടുത്താൽ കൺസിസ്റ്റൻസി ആവില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് മുൻപോട്ട് പോകുന്ന ഏതൊരാൾക്കും സക്സസ് ഉറപ്പാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു എന്താണ് ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ പോലും ഞാൻ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പ്രിലിംസ് ഒക്കെയും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും 3 years എന്ന് പറയുന്ന ഒരു വലിയ ടൈം ഗ്യാപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ബട്ട് എനിക്ക് അത്രയും തോന്നുന്നില്ല. കാരണം സാധാരണ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് പോലെ ഒരു ഫുൾ ടൈം ആയിട്ട് ഒരു 10 to 12 hours പഠിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് സാധിക്കാറില്ല. സോ അങ്ങനെയുള്ള എനിക്ക് ഞാൻ എന്താണ് ഓരോ സ്മോൾ സ്റ്റെപ്പ് വെച്ചിട്ടാണ് മുൻപോട്ട് വരുന്നത്. ഈവൻ എ സ്മോൾ സ്റ്റെപ്പ് മാറ്റേഴ്സ്. അതുകൊണ്ട് എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡിലി ഐ വിൽ വിൻ മൈ റേസ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്നെപ്പോലെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന, അതല്ല എങ്കിൽ എന്നെപ്പോലെ എന്താണ് വീട്ടിൽ തന്നെ ഇരിക്കുന്ന, അതല്ല എങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതെൻ്റെ ഒരു റുട്ടീനാണ്. സോ ഒരു റുട്ടീനിൽ എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് അതെന്ത് ചെയ്യുക, പേഴ്സണലൈസ് ചെയ്യുക. അതല്ലാതെ മേ ബി ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫുൾ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും സിറ്റുവേഷൻസും കണ്ടീഷൻസും വേറെ ആയിരിക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈമും ഷെഡ്യൂൾ ചെയ്യുക. അത്രയും ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.